ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. ഞാൻ പ്രശാന്ത്. അപ്പൊ നമുക്ക് CSEB എക്സാം ഇനി 10 ദിവസങ്ങളോളം ഉണ്ട് അല്ലെ? 10 ദിവസമല്ല, കുറച്ച് ദിവസം കൂടി ഉണ്ട്. അപ്പം ഇനിയുള്ള ദിവസം കൊണ്ട് എന്താണ് സാർ ചെയ്യേണ്ടത്? കാരണം ഇപ്പൊ എല്ലാവരും തന്നെ കട്ട് ഓഫിന്റെ എടുത്ത് വന്നിട്ട് കട്ട് ഓഫ് കടക്കാതെ ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എല്ലാവരും ഇപ്പൊ ചോദിക്കും, സാർ ഈ തവണ കട്ട് ഓഫ് കൂടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇനിയുള്ള ദിവസം കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? സാറേ, കട്ട് ഓഫിന്റെ കാര്യം മാറിക്കട്ടെ, മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഇനിയുള്ള ദിവസത്തിന്റെ പ്രത്യേകത, ഇനിയിപ്പോ നമുക്കൊരു വിരലുണ്ടാവുന്ന അല്ലെ 10 മുതൽ 15 ദിവസം മാക്സിമം നമ്മളെ കയ്യിലുള്ളൂ. ഇന്നും കൂടി കൂട്ടുകയാണെങ്കിൽ ഇത്രയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ് കൊടുക്കേണ്ടത് നമ്മൾ പഠിച്ച ഏരിയകൾ മാക്സിമം റിവിഷൻ ചെയ്യുക. അതായത് വരുന്ന ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പറയാം നമ്മളെ CSEBന്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഡേറ്റ് വന്നു, അതേപോലെ സിലബസ് വന്നു, ഒക്കെ വന്നു, നമ്മുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും റെഡിയാണ് അല്ലെ. ഇനി ചെയ്യേണ്ട കാര്യം, ഇനി വരുന്ന ദിവസങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇടുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും 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 റിവൈസ് ചെയ്യുക. കിട്ടാവുന്നത്ര MCQs, അതായത് പ്രീവിയസ് ഇയറിന്റെ എത്തും ആയിക്കോട്ടെ അല്ലെ, ഒരുപാട് വർഷമായാലും നടക്കുന്നു, കിട്ടാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഓരോരോ പോയിന്റും നല്ലോണം തറവാക്കി വെച്ചിട്ടുള്ള കാര്യം ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പറ്റും. കാരണം എന്താ, ഇത്ര അതായത് നിങ്ങൾ 1, 2, 3 പ്രാവശ്യം CSEB എക്സാം എഴുതിയ ആൾക്കാരുണ്ടാവും, ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം CSEB എക്സാമിന്റെ സബ്ജക്റ്റുകളൊക്കെ എന്താണ്, ഇതുവരെ വന്നൊക്കെ കുറച്ച് ഈസി തന്നെയാണ്. ഇതുവരെ വന്നു, പുതിയ സിലബസ് വന്നപ്പോഴാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായത്. എന്നാലും മാറ്റങ്ങൾ അറിഞ്ഞ് നമ്മൾ പഠിക്കാനും തുടങ്ങി. അപ്പൊ തന്നെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഇനി വരുന്ന ദിവസം നിങ്ങൾ എഫക്റ്റീവായിട്ട് റിവിഷൻ രീതിയിലും മറ്റും ഉപയോഗിച്ചാൽ ബെറ്റർ ആയ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യും. ഞാൻ സാറ് പറഞ്ഞ പോലെ കട്ട് ഓഫിന്റെ മുകളിൽ, കട്ട് ഓഫിന്റെ അടുത്ത് വരെ വന്നിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ വരില്ല. കട്ട് ഓഫിന്റെ മുകളിലെത്താൻ സുഖമായിട്ട് കഴിയും അല്ലേ സാറേ? തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാറേ, ഇങ്ങനെ രീതിയിൽ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എൻക്വയറി വരുന്നതും ഏറ്റവും കൂടുതൽ അഡ്മിഷൻ വരുന്നതും ബൂസ്റ്റർ ബാച്ചിലേക്കാണ്. കാരണം അവസാനവട്ട റിവിഷൻ, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ബൂസ്റ്റർ ബാച്ച് അല്ലേ? അതെ. അപ്പൊ ഈ CSEB എക്സാമിന് വേണ്ടി അവസാനഘട്ട പരിശീലനം നടത്തുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ ബാച്ച് വന്നിരിക്കുന്നു, CSEBയുടെ ബൂസ്റ്റർ ബാച്ച്. 10 ദിവസത്തെ ബാച്ചാണ്. 10 ദിവസവും എല്ലാ ദിവസവും 2 മണിക്കൂർ വീതം ക്ലാസ്സുകൾ, ടോട്ടൽ 20 മണിക്കൂർ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുക. 20 മണിക്കൂർ ക്ലാസ്സിൽ മാക്സിമം, അതായത് ഓരോ സബ്ജക്റ്റിന്റെ മാക്സിമം സാറേ എന്താണ്, MCQ ഡിസ്കഷൻ അല്ലെ. മാക്സിമം MCQ ഡിസ്കഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ MCQ ഡിസ്കഷന് പ്രത്യേകം എന്തായിരിക്കും, അതായത് ഒരു ചോദ്യം ചോദിച്ചു 4 ഓപ്ഷൻ ഉണ്ടാവും അല്ലെ. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായി വരുന്ന ഓപ്ഷൻ എങ്ങനെ വന്നു എന്നും മറ്റുള്ള ഓപ്ഷൻ എന്തുകൊണ്ട് തെറ്റായി, അത് എവിടെ നിന്ന് വന്നു എന്നും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരു സ്റ്റേറ്റ്മെന്റ് മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ പഠിക്കും. അപ്പൊ ഇത്രയധികം ഫീച്ചേഴ്സ് ആണ് നമ്മൾ എന്ത് ഈ ഒരു ബൂസ്റ്റർ ബാച്ച് ഉള്ളത് അല്ലേ സാറേ? അപ്പൊ നമ്മുടെ ഈ ബൂസ്റ്ററിന്റെ വേറെ പ്രത്യേകത എന്തൊക്കെയാ സാറേ? ഈ ബൂസ്റ്റർ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഞാൻ പറഞ്ഞു 10 ദിവസം കൊണ്ട് 20 അവേഴ്സ് ക്ലാസ്, ഒരു ദിവസം 2 മണിക്കൂർ. ഒരാളെ 2 മണിക്കൂർ ഒരു ദിവസം മാറ്റി വെക്കുകയാണെങ്കിൽ കട്ട് ഓഫ് മറികടക്കുന്ന രീതിയിൽ അത്യാവശ്യം ബേസുള്ള ആൾക്ക് എന്ത് കട്ട് ഓഫ് മറികടക്കുവാനായിട്ട് പറ്റും. അപ്പം 10 ദിവസം കൊണ്ട് നമ്മൾ 20 മണിക്കൂർ ലൈവ് ക്ലാസ് തന്നെയുണ്ട് അല്ലെ? 20 മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പിന്നീട് മറ്റൊരു കാര്യം, നിങ്ങളിപ്പോ എന്താ പറയാ, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്ന ആളായിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എവിടെ നിന്ന് പഠിക്കുന്ന ആളായിക്കോട്ടെ, അതൊന്നും നമ്മളെ കാര്യമല്ല. ഒരു ദിവസം 2 മണിക്കൂർ നിങ്ങൾ MCQ ഡിസ്കഷന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് PDF നോട്ടുകൾ ലഭിക്കും. അതേപോലെ മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ ഉണ്ട്. അതേപോലെ അഥവാ നിങ്ങൾക്ക് ലൈവ് സെഷൻ കാണാൻ പറ്റില്ല, പിറ്റേ ദിവസം എന്ത് കിട്ടും, റെക്കോർഡ് ക്ലാസ് കിട്ടും അല്ലെ. ഇത്രയധികം ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് എന്ത് നമ്മളെ പുതിയൊരു ബൂസ്റ്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ സാറേ? അപ്പൊ സാറേ ഇതിന്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലേ സാർ, അപ്പൊ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അല്ലെ താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിലും കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ CSEB ബൂസ്റ്റർ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി പറ്റും. അപ്പം ഈ ഒരു ബൂസ്റ്റർ ബാച്ചോടെ നമ്മൾ മാക്സിമം MCQ ഡിസ്കസ് ചെയ്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ തവണ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉൾപ്പെടുകയാണ്. അപ്പൊ അതിന് വേണ്ട ഫുൾ സപ്പോർട്ടുമായിട്ട് ടീം CC ഇവിടെ തയ്യാറാണ്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുത്തോളൂ. അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഈ നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അതിന്റെ അകത്ത് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലെ? അതെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ വിജയാശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ CSEB എക്സാം അല്ലേ സാറേ? ഓക്കെ, താങ്ക് യു.